ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും താഴെ ഏതെങ്കിലും ഏജൻസി സജസ്റ്റ് ചെയ്യുമോ, അതുപോലെ ഞാൻ പോയ ഏജൻസി ഏതൊക്കെയാണെന്നുള്ള കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര നാൾ സജസ്റ്റ് ചെയ്യാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ആരും അങ്ങനെ ഏജൻസി സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സജസ്റ്റ് ചെയ്ത ആൾക്ക് അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ആരും ഏജൻസി സജസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഇന്നെന്തായാലും നമ്മുടെ നാട്ടിലുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസീസിൻ്റെ ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, ഞാൻ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും അടുത്ത് തന്നെ കിട്ടും. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻസീസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്രോം ബ്രൗസർ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ ഏതാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിൽ നോർക്ക രജിസ്റ്റേർഡ് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നോർക്ക രജിസ്റ്റേർഡ് ഏജൻസീസ് കേരള എന്നോ ഇന്ത്യ എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് കിട്ടും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഏജൻസീസാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അതിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് 2024 മറ്റോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇപ്പോൾ നിങ്ങൾ ജോലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഏജൻസീനെ സമീപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈസൻസ്ഡ് ആയിട്ടുള്ളതാണോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ തൃശ്ശൂരുള്ള ഒരു ഏജൻസി വഴിയാണ് പോയത്. ഇപ്പോൾ ഒരു പാലക്കാടാണ്. അപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ഏജൻസീസ് ലൈസൻസ്ഡ് ആണോ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈസൻസ്ഡ് ഏജൻസി ചൂസ് ചെയ്യുക. ഇതിനേലും വലിയൊരു ഓപ്ഷൻ വേറെ ഇല്ല. നാട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോർക്ക രജിസ്റ്റേർഡ് ഏജൻസി സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനേലും കൂടുതൽ ജെന്യുവൻ ഏജൻസീസ് നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല. യൂസ്ഫുള്ളായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഈ കമൻറ്റ് ചെയ്ത കാരണമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് എന്തായാലും വിചാരിച്ചത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കും. അപ്പോൾ ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാനൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്ന ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.